മൻമോഹിനി ദീദിജിക്ക് നിമിത്തമായുള്ള ഭോഗ് സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ബാബയെയും ദീദിയെയും കണ്ടു. ഒപ്പം ഇന്ന് ബാബ വിശേഷിച്ച് യജ്ഞത്തിലെ എല്ലാ ദാദിമാരെയും വതനത്തിൽ എമർജ് ചെയ്ത് ഇരുത്തിയിരിക്കുകയായിരുന്നു. മുന്നിൽ ദാദിമാരുടെയും ദാദാമാരുടെയും ഇത്രയും സുന്ദരമായ സഭ കാണപ്പെടുന്നുണ്ടായിരുന്നു. കാഴ്ചയിൽ ഇത്രയും ശോഭനീയവും ആകർഷണവുമായ അനുഭവം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് അങ്ങ് വതനത്തിൽ ദീദിയോടൊപ്പം എല്ലാ ദാദിമാരെയും എമർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് ദീദി പറഞ്ഞതനുസരിച്ച് ദീദിയുടെ എല്ലാ സഖിമാരെയും ഇന്ന് വതനത്തിൽ എമർജ് ചെയ്തു. പിന്നെ പെട്ടെന്ന് കണ്ടത് ഇതാണ്. ബാബ ദീദിയെ കാഴ്ചയിൽ സ്ഥൂലമായല്ല, എന്നാൽ സൂക്ഷ്മമായി ഗുണങ്ങളും ശക്തികളും കൊണ്ട് മുകൾ മുതൽ താഴെ അറ്റം വരെയും അലങ്കരിച്ച് നിർത്തി. ദീദിയെ അങ്ങനെ നിർത്തിയപ്പോൾ ദീദിയുടെ മുഖത്തു നിന്നും, നയനങ്ങളിൽ നിന്നും, ഹസ്തങ്ങളിൽ നിന്നും, പാദങ്ങളിൽ നിന്നും ഓരോരോ ശക്തികളും ഓരോരോ വിശേഷതകളും എല്ലാവരുടെയും അടുത്ത് എത്തിച്ചേരുവാൻ തുടങ്ങി. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി കണ്ടുവോ? ദീദിയിൽ ഏതെല്ലാം വിശേഷതകളാണോ ഉണ്ടായിരുന്നത് അത് വളരെയധികം ഗൗരവ രൂപത്തിൽ, ലോയിൻ്റെയും ലവിൻ്റെയും രൂപത്തിൽ ആയിരുന്നു. എന്തായിരുന്നു ദീദിയുടെ ലോ? ആ ഓർഡർ അംഗീകരിക്കേണ്ടി വരുമായിരുന്നു. ബാബ പറഞ്ഞു, ബാബയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ മേൽ ദയയും കാണിക്കുന്നു. എന്നാൽ ദീദിയിൽ ലോയുടെയും ലവിൻ്റെയും ബാലൻസ് ഉണ്ടായിരുന്നു. ലോയിൻ്റെ രൂപത്തിൽ ഏതൊരു ഓർഡർ നൽകിയോ എന്ത് പറഞ്ഞുവോ അത് ബ്രാഹ്മണരായ കുട്ടികൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ബാബ ദീദിയെ ഇത്രയും സുന്ദരമായ രീതിയിൽ ഓരോ ഗുണങ്ങളാലും ഓരോ ശക്തികളാലും ഇത്രയും തിളങ്ങുന്നതാക്കി. ശരീരത്തിൻ്റെ ഓരോരോ അംഗങ്ങളിൽ നിന്നും പ്രകാശം എന്ന് പറയാം, ശക്തി എന്ന് പറയാം, ആ ഒരു ദിവ്യത തിളങ്ങുന്നുണ്ടായിരുന്നു. ബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദീദി താങ്കൾ തൻ്റെ കാര്യം കേൾപ്പിക്കൂ. അപ്പോൾ ദീദി പറഞ്ഞു, ഞാൻ എന്ത് കാര്യം കേൾപ്പിക്കട്ടെ? ബാബ അങ്ങ് എന്തെല്ലാം കാര്യങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്, എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അഡ്വാൻസ് പാർട്ടിയിലെ ദാദിമാരായ ദാദാമാരായ നമ്മളേവരെയും അങ്ങ് തന്നെയായിരുന്നു അലങ്കരിക്കുന്നവൻ, എല്ലാവരെയും തയ്യാറാക്കുന്നവൻ. ഇപ്രകാരം പറഞ്ഞപ്പോൾ മറ്റ് ദാദിമാരും ദീദിയോട് പറഞ്ഞു, ദീദി എല്ലാവരെ പ്രതിയും താങ്കൾ എന്തെങ്കിലും കേൾപ്പിച്ചാലും ഇതുപോലെ സാകാരത്തിൽ ദീദി ഒരാളെ വാക്കുകളുടെയോ കർമ്മങ്ങളുടെയോ അടിസ്ഥാനത്തിൽ പരീക്ഷിച്ചിരുന്നു. ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ. ദീദി പറഞ്ഞു, ഞാൻ ഇത് നോക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി മമ്മയും അവ്യക്തമായി, ബാബയും അവ്യക്തമായി, നമ്മളും ഇത്രയും വർഷങ്ങളായി, 42 വർഷമായി. ഒടുവിൽ നമ്മളേവരും എത്ര സമയം ഗുപ്ത രീതിയിൽ നമ്മുടെ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കും? ദീദി ബാബയോട് പറഞ്ഞു, ബാബ ഇപ്പോൾ അങ്ങേക്ക് വേഗത്തിൽ ആക്കേണ്ടതുണ്ട്. ബാബ പറഞ്ഞു, കുട്ടി ഞാനെങ്ങനെ വേഗത്തിലാക്കും? കാരണം പുതിയ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ തയ്യാറെടുപ്പും ഉണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. വീട് തയ്യാറായാൽ പോരാ, എന്നാൽ വീടിൻ്റെ അലങ്കാരങ്ങളും ഓരോ പ്രകാരത്തിലും ഉണ്ടാകേണ്ടതാണ്. അപ്പോഴാണല്ലോ ബാബ എല്ലാവരെയും കൊണ്ടുപോകുന്നത്.
ബാബു പിന്നെ പറഞ്ഞു, വീടിൻ്റെ അലങ്കാരം എൻ്റെ എല്ലാ ബ്രാഹ്മണരായ കുട്ടികളുമാണ്. അപ്പോൾ ദീദി പറഞ്ഞു, ഞാൻ ഇത് കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. ബാബ എല്ലാ ബ്രാഹ്മണരായ കുട്ടികൾക്കും വേണ്ടി അങ്ങയുടെ സൂചന എന്താണ്? അപ്പോൾ ബാബ പറഞ്ഞു, ബാബയുടെയും തയ്യാറെടുപ്പുകൾ ഫുൾ ഫോഴ്സോടെ ഉണ്ട്. ലോകത്തുള്ളവരുടെയും തയ്യാറെടുപ്പുകൾ വളരെ ശക്തമായി ഉണ്ട്. ബാബ ഇങ്ങനെ പറഞ്ഞു. ദീദി ലാസ്റ്റ് സമയത്ത് തൻ്റെ ഒരേ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. ബാബ പറഞ്ഞു, ഏതുപോലെ ദീദി ഒരു മന്ത്രം ജപിച്ചു. അജപാജപത്തിൻ്റെ മന്ത്രം ദീദിയുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അതേ പ്രകാരത്തിൽ ഓരോ ബ്രാഹ്മണരായ കുട്ടിയും തൻ്റെ കർമ്മത്തിലൂടെയും തൻ്റെ വൃത്തിയിലൂടെയും എത്രത്തോളം കർമാതീതവും എത്രത്തോളം ഉപരാമവും ആയിക്കൊണ്ടിരിക്കുമോ അപ്പോൾ സ്ഥിതിയും അങ്ങനെയുള്ളതായിക്കൊണ്ടിരിക്കും. ഇതുപോലെ ദീദി സ്വയം തന്നെ ഉപരാമമാക്കി കർമാതീത അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ബാബ പറഞ്ഞു, ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കി എപ്പോഴാണോ എല്ലാ ബ്രാഹ്മണരായ കുട്ടികളും തയ്യാറാകുന്നത്, സ്വയം പ്രയത്നിച്ച് തയ്യാറാക്കുന്നത്, അത് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ പുതിയ ലോകം നിങ്ങളെല്ലാ ബ്രാഹ്മണരായ കുട്ടികൾക്ക് വേണ്ടിയും വന്നു ചേരും. ഇതായിരുന്നു വതനത്തിലെ ദീദിയുടെയും ബാബയുടെയും ചിറ്റ്. എല്ലാ ദാദിമാരും പരസ്പരം ആത്മീയ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരസ്പരം വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു, എവിടെയാണ്, എങ്ങനെയാണ് എന്നെല്ലാം. പക്ഷേ അവരുടെ ഉള്ളിലെ കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ബാബയുടെ മുന്നിൽ, ദീദിയുടെ മുന്നിൽ, എല്ലാ ദാദിമാരുടെയും സമക്ഷം ഭോഗിൻ്റെ ഇത്രയും സുന്ദരമായ താലങ്ങൾ, സെൻറ്ററിൽ നിന്നുമുള്ള ഭോഗിൻ്റെ താലങ്ങളും കാണപ്പെടുന്നുണ്ടായിരുന്നു. മധുബൻ്റെ താലം വിശേഷിച്ച് അലങ്കരിക്കപ്പെട്ടതായിരുന്നു. ബാബ ഇന്ന് വിശേഷിച്ച് ആദ്യം ദീദിയെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, നോക്കൂ ദീദി, താങ്കൾക്ക് നിമിത്തമായി ഇന്ന് എത്ര വെറൈറ്റി പ്രകാരത്തിലുള്ള ഭോഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദീദിയും വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, ഏതെങ്കിലും കാര്യത്തിൻ്റെ നവീനത ഉണ്ടാകുമായിരുന്നപ്പോൾ ദീദിയുടെ മുഖത്തിൽ നിന്നും ആഹാ ആഹാ ബാബ എന്ന വാക്ക് വളരെയധികം ദീദി യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഭോഗിൻ്റെ താലത്തിൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് ദീദി ഇത്രയും സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ ദീദിയെയും ദീദി ബാബയെയും എല്ലാ ദാദിമാരെയും ഇത്രയും സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു. ഞാൻ ദീദിയോട് പറഞ്ഞു, ബാബയോടും പറഞ്ഞു, താഴെയുള്ളവർക്ക് വേണ്ടി താങ്കൾ ഏതൊരു വിശേഷ സന്ദേശമാണ് നൽകുന്നത്? അപ്പോൾ ദീദിയും പറഞ്ഞു, എൻ്റെ ഏതെല്ലാം സഖിമാരാണോ ഇപ്പോഴും സാകാരത്തിൽ ഉള്ളത്, അത് ഞാൻ അറിയുന്നുണ്ട്, നല്ല രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ പിന്നീട് വന്ന ബാബയുടെ കുട്ടികൾ, അതായത് ആരാണോ കണ്ടിട്ടില്ലാത്തവർ, തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ, പിന്നെ ആരാണോ ഇപ്പോൾ വർത്തമാന സമയത്ത് ശിക്ഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്, അത് തൻ്റെ ജീവിതത്തിൽ ധാരണ ചെയ്യണം. അപ്പോൾ നമുക്ക് ദാദിമാർക്ക് സമാനം, ബാബയ്ക്ക് സമാനം ആകുവാൻ സാധിക്കും. ഈ പ്രകാരം പറഞ്ഞ ശേഷം ബാബയും ദീദിയും മറ്റെല്ലാ ദാദിമാരും ബ്രാഹ്മണ പരിവാരത്തിലെ എല്ലാ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നൽകി, സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.